അമേരിക്കയിൽ ഇപ്പോൾ മുഴുവൻ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റ അന്ന് മുതൽ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. സ്ഥാനമേറ്റെടുത്ത ഈ ചെറിയ കാലയളവിൽ തന്നെ ട്രംപ് പ്രകോപിപ്പിക്കാത്ത രാജ്യങ്ങൾ വളരെ ചുരുക്കവുമായിരിക്കും. ഏറ്റവും അവസാനമായി ട്രംപിന്റെ ഇരയായ രാജ്യം കൊളംബിയയായിരുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒരാൾ കൂടിയാണ് കൊളംബിയ എന്നതാണ്. നാട് കടത്തപ്പെട്ട കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്ന അമേരിക്കൻ സൈനിക വിമാനങ്ങൾ തിരിച്ചുവിട്ട കൊളംബിയയുടെ തീരുമാനത്തിലായിരുന്നു നിലവിൽ ട്രംപ് കൊളംബിയക്കെതിരെ പ്രധാനമായും തിരിഞ്ഞിരിക്കുന്നതെന്നും പറയാം. ഇതിന് മറുപടിയായി പ്രതികാര നടപടിയായി കൊളംബിയക്കെതിരെ ട്രംപ് കൈക്കൊണ്ടിട്ടുള്ളത് വ്യാപാര യുദ്ധമാണ്. കൊളംബിയ അമേരിക്കയോട് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്ന കൊളംബിയൻ അഭയാർത്ഥികളെ ചെങ്ങലക്കിട്ട് അമേരിക്കൻ പട്ടാള വിമാനങ്ങളെ കൊണ്ട് തള്ളാതെ മനുഷ്യത്വപരമായി സിവിലിയൻ വിമാനങ്ങളിൽ കയറ്റി അയക്കണമെന്നായിരുന്നു. എന്നാൽ കൊളംബിയയുടെ ഈ നിലപാട് ട്രംപിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെ തുടർന്ന് കൊളംബിയയ്ക്ക് മേൽ നിരവധി താരിഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്താൻ തന്റെ ഭരണകൂടത്തിന് ഉടനടി നിർദ്ദേശം നൽകുകയും ചെയ്തു. കൊളംബിയയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും അടിയന്തരമായി 25% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് 50% ഉയർത്തുകയും ചെയ്യുമെന്നും അമേരിക്ക നിലവിൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കൊളംബിയൻ പൗരന്മാർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തുമെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ വിട്ടുകൊടുക്കാൻ കൊളംബിയയും യാതൊരു വിധത്തിലും തയ്യാറായിരുന്നില്ല. അമേരിക്ക ചുങ്കം ഏർപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾക്ക് തങ്ങളും തിരിച്ചു ചുങ്കം ഏർപ്പെടുത്തുമെന്ന് കൊളംബിയ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരാൻ കൊളംബിയൻ പ്രസിഡൻഷ്യൽ വിമാനം അയക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും അമേരിക്ക അത് സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ കൊളംബിയയുമായുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പണ്ട് മുതലുള്ള ട്രംപിന്റെ തീരുമാനങ്ങളോട് വിയോജിപ്പുള്ള ആളാണ് കൊളംബിയയുടെ പ്രസിഡന്റ് പെട്രോ. മുൻകാലങ്ങളിൽ കുടിയേറ്റത്തെയും പരിസ്ഥിതിയെയും കുറിച്ചുള്ള ട്രംപിന്റെ നയങ്ങൾക്കൊക്കെ അദ്ദേഹം ശക്തമായ വിമർശനങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. പെട്രോ പറയുന്നത് ട്രംപ് അത്യാഗ്രഹം കാരണം മനുഷ്യവർഗത്തെ തന്നെ തുടച്ചു നീക്കുമെന്നാണ്. മാത്രമല്ല ട്രംപ് കൊളംബിയക്കാരെ രണ്ടാം കിട മനുഷ്യരായാണ് പ്രധാനമായും കണക്കാക്കുന്നതെന്നും താൻ ഉൾപ്പെടെയുള്ള മനുഷ്യരും അങ്ങനെയുള്ള പൗരന്മാരല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അധികാരം കയ്യിലെത്തിയ പാടെ ട്രംപ് എടുത്ത ആദ്യത്തെ നടപടി എന്നത് കുടിയേറ്റ നയമായിരുന്നു. അത് ഓരോ വശത്തു നിന്നായി നടപ്പിലാക്കി വരികയാണിപ്പോൾ. മാത്രമല്ല താരിഫ് ഭീഷണിയും ട്രംപിന്റെ മറ്റൊരു നടപടിയാണ്. ചൈനയ്ക്ക് മേലും താരിഫ് ഭീഷണി ഉയർത്തി ട്രംപ് പോയിരുന്നു. എന്നാൽ അവ ഫലവത്തായിരുന്നില്ല. ട്രംപിന്റെ ഈ ഭീഷണികളൊന്നും ചൈനയെ ബാധിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. അമേരിക്കയുടെ കടുത്ത ഇമിഗ്രേഷൻ നയങ്ങളെ വേണ്ടത്ര പിന്തുണയ്ക്കാത്ത രാജ്യങ്ങളെയൊക്കെ കടുത്ത വിരോധികളായാണ് ട്രംപ് പ്രധാനമായും കണക്കാക്കുന്നത്. അമേരിക്കൻ സഖ്യകക്ഷികൾ, ശത്രുക്കൾ എന്നിങ്ങനെ ആരായാലും ഒരേ നിലപാടായിരിക്കും ട്രംപ് കൈക്കൊള്ളുക. മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഇങ്ങനെ നികുതി അധികമായി ഏർപ്പെടുത്തുമ്പോൾ അത് നികുതി ഇനത്തിൽ നേട്ടമുണ്ടാക്കുന്നുമുണ്ട്. എന്നാൽ ഭാവിയിലെ വ്യാപാര ഇടപാടുകളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം ട്രംപിന് അറിയില്ല എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. കൂടാതെ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ കുടിയേറ്റത്തിനെതിരെയുള്ള വ്യക്തമായ അടിച്ചമർത്തലാണെന്നതിലും സംശയമില്ല. അത് സാമ്പത്തിക വളർച്ചയെ യഥാർത്ഥത്തിൽ മന്ദഗതിയിലാക്കുകയും തൊഴിലവസരങ്ങൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ തൊഴിൽ വിപണിക്ക് പുറത്തുനിന്നുള്ള തൊഴിലാളികളെ കാര്യമായ ആവശ്യമുണ്ട്. സെൻസസ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം അമേരിക്കയുടെ മൊത്തം ജനസംഖ്യാ വളർച്ചയുടെ 84% കുടിയേറ്റക്കാരിൽ നിന്നുമായിരുന്നു. അതായത് ഏകദേശം 2.8 ദശലക്ഷം കുടിയേറ്റക്കാർ. അവർ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വശങ്ങളൊന്നും തന്നെ ട്രംപ് പരിഗണിക്കുന്നില്ല. ട്രംപിന്റെ പരിഷ്കരണ നടപടികളിലൂടെ അമേരിക്ക തകരുമോ എന്നതാണ് ഇനി യഥാർത്ഥത്തിൽ കാണേണ്ടതും. ട്രംപ് ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ തുടരുകയാണെങ്കിൽ സഖ്യകക്ഷികളൊക്കെ തന്നെ അമേരിക്കയ്ക്കെതിരെ തിരിയുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്കുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും.